കടമെടുപ്പ് പരിധിയിലെ കേന്ദ്ര സർക്കാർ വാദം തെറ്റെന്ന് കേരളം സുപ്രീം കോടതിയിൽ. രാജ്യത്തിന്റെ മൊത്തം കടത്തിന്റെ 60% കേന്ദ്രത്തിൻ്റെതാണ്. ഇതിന്റെ 1.75% മാത്രമാണ് കേരളത്തിന്റെ കടം. കേന്ദ്രം വസ്തുതകൾ മറച്ചുവെച്ച് ആരോപണം ഉന്നയിക്കുകയാണെന്നും കേരളം മറുപടി സത്യവാങ്മൂലം നൽകി. ശ്യാം ദേവരാജ്, കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മൊത്തം അപകടത്തിലാണ് എന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിനുള്ള മറുപടിയാണോ ഇപ്പോൾ കേരളം നൽകിയിരിക്കുന്നത്? കേരളത്തിന്റെ ധനമാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന്, കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലത്തിന് അക്കമിട്ടുള്ള മറുപടിയാണ് കേരളം നൽകുന്നത്. ഏതാണ്ട് 275 പേജുള്ള വസ്തുതകൾ നിരത്തിയിട്ടുള്ള വളരെ വിശദമായ സത്യവാങ്മൂലമാണ് കേരളം സുപ്രീം കോടതിയിൽ നൽകിയത്. മറുപടി സത്യവാങ്മൂലമാണ് ഇത് നൽകിയത്. കാരണം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്ത കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. കേന്ദ്ര ധനമന്ത്രാലയമാണ്, കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ എതിർകക്ഷി. ഇതിന്മേൽ സംസ്ഥാനത്തിന്റെ ഹർജിയിന്മേൽ കേന്ദ്രം മറുപടി നൽകിയിരുന്നു. അതിനെ ഓരോന്നായി എണ്ണി പറഞ്ഞാണ് കേരളം അതിനെ ഖണ്ഡിക്കുകയും ചെയ്യുന്നത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നൽകിയ സത്യവാങ്മൂലത്തിലെ ഓരോ പാരഗ്രാഫും ഓരോ പോയിന്റുകളുമായി എടുത്തു വെച്ച് തന്നെയാണ് അതിന്മേൽ വളരെ വിശദമായ മറുപടിയും നൽകുന്നത്. ആ മറുപടിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങൾ സമ്പൂർണ്ണമായും തെറ്റാണ് എന്നാണ് കേരളം പറയുന്നത്. മാത്രമല്ല, കേരളത്തിൻ്റെ ധനമാനേജ്മെൻറ്റ് മോശമായ ഒരു കാര്യമല്ല, മോശം ധനമാനേജ്മെൻ്റ് അല്ല കേരളത്തിൻ്റേത്. കേന്ദ്ര സർക്കാരിൻ്റേത് മോശം ധനമാനേജ്മെൻറ്റാണ്. മാത്രമല്ല, കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങളുമായി കേരളത്തെ താരതമ്യം ചെയ്യാനാവില്ല. രാജ്യത്തിൻ്റെ മൊത്തം കടത്തിൻ്റെ 60% കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഇതിൽ കേരളം കടമെടുത്തിട്ടുള്ളത് 1.75% മാത്രമാണ് എന്നുമാണ് കേരളം ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ധനമാനേജ്മെൻറ്റും മോശമാണ്. കേരള മോഡലിനെ പ്രഗത്ഭരടക്കം പ്രകീർത്തിച്ചിട്ടുണ്ട്. അമർത്യ സെൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ കേരള മോഡലിനെ, കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കേരള മോഡലാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. അങ്ങനെയുള്ള കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന അതിരൂക്ഷമായ വിമർശനവും ഈ സത്യവാങ്മൂലത്തിലൂടെ കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, കടമെടുക്കുന്നത് കൊണ്ടാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകരുന്നതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വാദം. ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് അതിനും കേരളം മറുപടി നൽകുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥ തകരുന്നത് കടമെടുക്കുന്നത് കാരണമല്ല എന്നാണ് ഈ ഹർജിയിൽ, ഈ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കേന്ദ്രത്തിൻ്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യവും പറയുന്നുണ്ട്. 275 വിശദമായ സത്യവാങ്മൂലമാണ് കേരളം സുപ്രീം കോടതിയിൽ നൽകിയത്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.